എടാ നല്ല ക്യാമ്പസിലെ അത്യാവശ്യം നല്ല ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പ്ലേസ്മെന്റ് ഒക്കെ എന്താ അവസ്ഥ ഇപ്പോ? പ്ലേസ്മെന്റ് മൊത്തം എല്ലാ സ്ഥാപനങ്ങളും പ്രശ്നം തന്നെയാണല്ലോ. പക്ഷെ നമ്മളെ സ്റ്റുഡൻസ് ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് കുറച്ചും കൂടി സ്മാർട്ടായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ വിഷുവിനെ മറികടക്കാൻ കഴിയില്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ നാളെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു HCLന്റെ ടെക് ബി എന്നുള്ള പ്രോഗ്രാമാണ്. അതെ, അത് ഞാൻ അനിയന് വേണ്ടി നോക്കിയ സമയത്ത് കണ്ടാണ്. ഇനിയിപ്പോ +2 കഴിഞ്ഞാണ്. അപ്പൊ എന്തിനിപ്പോ അവനെ വിടും എന്നുള്ള അങ്ങനെ നോക്കിയ സമയത്ത് അങ്ങനെ കണ്ടതാണ്. അതായത് HCL പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അതില് ശരിക്കും അതൊരു നമ്മളൊരു എംപ്ലോയി ആയിട്ടാണ് അവർ ഹയർ ചെയ്യുന്നത്. നമുക്ക് HCLന്റെ ഒരു എംപ്ലോയി ആയിട്ട് എംപ്ലോയീസിന് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റ്സും കിട്ടുകയും ചെയ്യും. ഒരു 10,000 അങ്ങനെ സാലറിയിൽ നമ്മളെ പ്ലേസ് ചെയ്യാം. ഒരു 6 മാസത്തെ ട്രെയിനിങ് എന്നിട്ട്. അപ്പൊ ഫീൽഡ് എക്സ്പീരിയൻസ് അതിന്റെ കൂടെ തന്നെ കിട്ടും. അതെ അതെ. നമ്മൾക്ക് എംബസിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു അത്. നമുക്ക് ഫീൽഡ് എക്സ്പീരിയൻസും കാര്യങ്ങളും പിന്നീട് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ നമുക്കിത് നേരെ ഒരു എംപ്ലോയി ആയിട്ട് ജോയിൻ ചെയ്യാം. സാലറിയും കിട്ടും, എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സും കിട്ടും. പിന്നെ കൂടാതെ നമുക്ക് അതിന്റെ ഒപ്പം തന്നെ ഡിസ്റ്റന്റ് ആയിട്ട് അമിറ്റി പോലത്തെ യൂണിവേഴ്സിറ്റീസിൽ നിന്ന് ഡിഗ്രി എടുക്കാനും പറ്റും. അത് കഴിഞ്ഞാൽ നമുക്ക് വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. പറ്റും. അത് ഇവരുടെ ഒരു ചെറിയൊരു ബോണ്ട് എന്തുകൊണ്ട്, ഒരു 1 ഇയർ ബോണ്ട് എന്തുകൊണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും. മറ്റു കമ്പനീസ് ഈ എക്സ്പീരിയൻസ് യൂസ് ചെയ്യുന്ന മറ്റു കമ്പനീസ് നമുക്ക് ജോയിൻ ചെയ്യാനും പറ്റും. പിന്നെ ഡിഗ്രിയും കിട്ടും. അതായത് സാധാരണഗതിയിൽ നമ്മൾ ഡിഗ്രി എടുക്കുന്ന സമയത്ത് ഒരു ഡിഗ്രി മാത്രമേ നമ്മൾ കയ്യിലുള്ളൂ. അതേപോലെ ഇപ്പൊ കമ്പനീസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അവർക്കും മെച്ചാണ്. കാരണം ഇവർക്ക് അവരുടെ സിസ്റ്റത്തിനനുസരിച്ച് സ്റ്റുഡൻസിനെ ഷേപ്പ് ചെയ്തെടുക്കാനും വേണ്ട രീതിയിൽ ഇപ്പൊ സാധാരണ നോർമൽ ഡിഗ്രിയിൽ നമുക്ക് അങ്ങനത്തെ ട്രെയിനിങ് ഒന്നും കിട്ടുന്നില്ല. അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് നല്ല ഓപ്പർച്യൂണിറ്റി, അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ യൂസ് ചെയ്യാം അല്ലേ? ഇതിപ്പോ ഒരു എക്സാമ്പിൾ ആണ്. ഇതേപോലത്തെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ നോക്കിയ സമയത്താണ് അത് കണ്ടത്. അങ്ങനത്തെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇനിയും കിട്ടും അങ്ങനത്തെ സംഭവം.